നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളുടെ ബിനാലെയൊരുക്കി കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത്. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി. ഒരു ചുവട്ടിൽ 8 കിലോ ഇഞ്ചി വിളയിച്ച് കട്ടപ്പനയിലെ കർഷകൻ. ജൈവവളം ഉപയോഗിച്ച് പരിപാലനം. നാടൻപാട്ടിനെ ജനകീയമാക്കിയ ഇടുക്കി ഉപ്പുതുറയിലെ കൂട്ടായ്മ. ആനപ്പളം ഈഗിൾ ബീഡ്സ് എന്ന പേരിൽ കലാസമിതി. പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്ത പാഠവുമായി ഇടുക്കിയിലെ കുടുംബം. ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ കാവുകൾ. പൂമരത്തണൽ പ്രകൃതി കുടുംബം എന്ന പേരിൽ അമൂല്യ സസ്യ പരിപാലനം. വിശദമായി നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ കൊല്ലം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മമ്മൂട്ടി വിശിഷ്ട അതിഥിയാകും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. 62ാം സ്കൂൾ കലോത്സവത്തിനായി കൊല്ലമൊരുങ്ങി. ഇത് 5ാം തവണയാണ് കലോത്സവം കൊല്ലത്തെത്തുന്നത്. നാളെ മുതൽ 8 വരെ സാംസ്കാരിക നായകന്മാരുടെ പേരുകളിലെ 24 വേദികളിലാകും മത്സരം നടക്കുക. 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ ഏകദേശം 1,600 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തൽ സ്റ്റേജ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ റൂമുകൾ, VIP-കൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഈ സ്റ്റേജിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 12,000 കസേരയാണ്. 2,000 VIP കസേരകളടക്കം 12,000 കസേരകൾ ഇതിനകത്ത് ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. ഇക്കുറി ഗോത്ര കലാരൂപങ്ങളും ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേളവും നൃത്തവും കലാപരിപാടിയായി അരങ്ങേറും. നടി ആശാ ശരത്തിന്റെ നൃത്തമുണ്ടാകും. കുട്ടികൾ കൂടുന്നിടത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് ആദ്യമായി കലോത്സവത്തിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 62ാം കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ 24 വേദികളും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും, അതുപോലെ തന്നെ എക്സോട്ടിക് അധ്യാപകർ, രക്ഷിതാക്കൾ, കാണികളായിട്ട് വരുന്ന പൊതുജനങ്ങൾ, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി എന്നുള്ളത് ഈ പന്തൽ കമ്മിറ്റി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണെന്നുകൂടി അറിയിക്കുകയാണ്. വിജിലൻസ് നിരീക്ഷണത്തിലാകും ജഡ്ജസ് പാനൽ തയ്യാറാകുന്നത്. VS വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് കുട്ടികളുടെ ബിനാലെയൊരുക്കി കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത്. എക്സൈസ്, വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയായിരുന്നു ബിനാലെ. ഓല, മുള, ചിരട്ട, പാള, കളിമണ്ണ് തുടങ്ങി കയ്യിൽ കിട്ടുന്നതെന്തുകൊണ്ടും മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുകയാണ് കുട്ടികൾ. തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് ഓരോരുത്തരും. പഞ്ചായത്തിൽ നിന്നുണ്ടായിട്ടുള്ള സഹകരണം, പ്രത്യേകിച്ചും പഞ്ചായത്തിലെ പ്രസിഡന്റ്, അവിടുത്തെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ മെമ്പർമാർ, അതുപോലെ തന്നെ അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കുന്ന ശ്രീ രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെയധികം പിന്തുണ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് വളരെ അതുപോലെ തന്നെ CDS, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ, ADS അംഗങ്ങൾ, CDS അംഗങ്ങൾ, എല്ലാവരുടെയും മറ്റ് വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളുടെ സഹകരണം എല്ലാം നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ബിനാലെയുടെ ഭാഗമായി ക്രിസ്മസ് അവധിക്കാലത്ത് പഞ്ചായത്തിലെ 17 വാർഡുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിലായിരുന്നു കുട്ടികളുടെ ബിനാലെ. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എക്സൈസ്, വിമുക്തി മിഷന്റെ സഹകരണത്തോടെ ബിനാലെ ഒരുക്കിയത്. ബിനാലെയുടെ ഭാഗമായി ഉദയൻ കുണ്ടുംകുഴിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നാടൻ പാട്ടും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ചുമർ ചിത്രയഴകിൽ പാലക്കാട് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം. ക്ഷേത്ര ചുറ്റുമതിൽ തീർച്ച ചുമർ ചിത്രങ്ങളുടെ സമർപ്പണം നടന്നു. സ്വാമി വിശ്വാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു. 15 മാസത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ചുമർ ചിത്രങ്ങൾ.
അധ്യാത്മരാമായണം, ശ്രീരാമ പട്ടാഭിഷേകം, ശക്തി പഞ്ചാക്ഷരിയും അനുബന്ധ കഥകളും ഉൾക്കൊള്ളിച്ചുള്ള ചുമർ ചിത്രങ്ങളാണ് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന പാലക്കാട് പെരിങ്ങോട് കൈപ്പഞ്ചേരി ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിക്ക് അഴക് വിടർത്തുന്ന ചുമർ ചിത്രങ്ങളുടെ സമർപ്പണമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിന്റെ വാദ്യവിസ്മയത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്വാമി വിശ്വനാഥാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. ആമക്കാവ് കോളഞ്ചേരി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചുമർ ചിത്രം വരച്ചത്. 15 മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചുമർ ചിത്രം വര പൂർത്തീകരിച്ചത്. ആധ്യാത്മിക കഥകൾക്കൊപ്പം പാർവതി ചമയം, ഗണപതി പൂജ, ബ്രഹ്മാവ്, സരസ്വതി, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ചിത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി കാർഷിക കേരളം. ഒരു ചുവട്ടിൽ 8 കിലോ ഇഞ്ചി വിളയിച്ച ഇടുക്കി കട്ടപ്പനയിലെ കർഷകൻ KR അനിൽകുമാറിന്റെ പുരയിടത്തിലാണ് ഒരു ചുവട്ടിൽ 8 കിലോ ഇഞ്ചി വിളഞ്ഞത്. 5 വർഷം മുമ്പാണ് വിത്ത് വാങ്ങി അനിൽകുമാർ ഇഞ്ചി കൃഷി ഇറക്കിയത്. ആദ്യമൊക്കെ 1 മുതൽ 2 കിലോ വരെ തൂക്കത്തിൽ ഇഞ്ചി ഉണ്ടായി. കഴിഞ്ഞ വർഷം ഇത് 5 കിലോയായി ഉയർന്നു. ഇത്തവണ ഒരു ചുവട്ടിൽ നിന്ന് ലഭിച്ചത് 8 കിലോ ഇഞ്ചിയാണ്. ജൈവവളം മാത്രമാണ് അനിൽകുമാർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. 8 കിലോ ഇഞ്ചി വിളഞ്ഞപ്പോൾ മുകളിലേക്ക് 6 അടി ഉയരത്തിൽ തണ്ടും വളർന്നു. ഞാനിത് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു 15 വർഷം മുന്നേ 2 കിലോ ഇഞ്ചി നടാൻ വേണ്ടി മേടിച്ചതാണ്. അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 5 കിലോ ഉള്ളത് കിട്ടി. ഈ പ്രാവശ്യം 8 കിലോ ഒക്കെ ഇഞ്ചി കിട്ടി. പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്ന കർഷകനാണ് അനിൽകുമാർ. രാസവളം കൃഷിയിടത്തിൽ കയറ്റാത്ത ഈ കർഷകന് മണ്ണ് നൽകിയ സമ്മാനമാണ് 8 കിലോ തൂക്കമുള്ള ഇഞ്ചി. അനിൽകുമാറും ഭാര്യ അനിയും ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും ഇഞ്ചിയുടെ വലിപ്പവും തൂക്കവും കൂടി വരുന്നത് ഇവർക്ക് തന്നെ അത്ഭുതമാണ്. ന്യൂസ് 18 ഇടുക്കി. പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്ത പാഠം സമൂഹത്തിന് പകർന്ന ഇടുക്കിയിലെ ഒരു കുടുംബം ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ കാവുകൾ ഒരുക്കിയാണ് പരിസ്ഥിതി പ്രവർത്തകനായ സുനിൽ സുരേന്ദ്രനും കുടുംബവും വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പൂമരത്തണൽ പ്രകൃതി കുടുംബം എന്ന പേരിലാണ് അമൂല്യ സസ്യങ്ങളെ ഇവർ പരിപാലിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ നട്ടാൽ പരിപാലിക്കാൻ ആളില്ലാത്തതിനാലാണ് ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ഇവ സംരക്ഷിക്കുന്നത്. ഇതിനോടകം സംസ്ഥാനത്താകമാനം 50-ലധികം ക്ഷേത്രങ്ങളിൽ ഇവർ കാവൊരുക്കി. ഇടുക്കിയിലും പദ്ധതി പുരോഗമിക്കുകയാണ്. ദേവവൃക്ഷങ്ങളായി കണക്കാക്കുന്ന സസ്യങ്ങളാണ് കാവുകളിൽ പരിപാലിക്കുന്നത്. സുരേന്ദ്രനൊപ്പം ഭാര്യ സുഷിതയും മക്കളായ അർജുനും അഭിമന്യുവും ചേർന്നാണ് പരിപാലനം. ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഏത് ദേവാലയങ്ങളാണെങ്കിലും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ സർവ്വമത ദേവാലയങ്ങളിൽ നമ്മൾ വൃക്ഷത്തെ നടുമ്പോൾ അതിന് പേരിൽ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ദേവാലയങ്ങളുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ അതിന് തയ്യാറാകും. കാവ് പരിപാലിക്കുന്നതിനു പുറമെ ശ്രദ്ധേയമായ ഒട്ടനവധി പരിപാടികളും ഈ കുടുംബം നടപ്പാക്കിയിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ വീടുകളിൽ കാവൽമരം, സ്കൂളുകളിൽ അക്ഷരവൃക്ഷം, ആരോഗ്യ പ്രവർത്തകരോടുള്ള ആദരസൂചകമായി ആതുരവൃക്ഷം തുടങ്ങിയവയും ഇവർ നടപ്പിലാക്കിയ പദ്ധതികളിൽ ചിലതാണ്. ന്യൂസ് 18 ഇടുക്കി.
നാടൻ പാട്ടുകലയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഇടുക്കി ഉപ്പുതുറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ. ആനപ്പള്ളം ഈഗിൾ ബീറ്റ്സ് എന്ന പേരിൽ കലാസമിതി രൂപീകരിച്ചാണ് 20ഓളം കലാകാരന്മാരുടെ പ്രവർത്തനം. പുതുതലമുറ നാടൻപാട്ട് കലയിൽ നിന്ന് പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ഇടുക്കി ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ നാടൻപാട്ടു കലയെ സജീവമാക്കാൻ ഒരുങ്ങുന്നത്. മേഖലയിലെ സ്ത്രീകളും മുതിർന്നവരും യുവാക്കളും അടക്കം 20ഓളം പേർ ചേർന്ന് ഒരു കലാസമിതി രൂപീകരിച്ചു. ഞങ്ങളുടെ അപ്പനപ്പന്മാർ പാടിത്തന്നതും പറഞ്ഞതുമായ ഗാനങ്ങൾ പെറുക്കിയെടുത്ത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് ആനപ്പള്ളം കലാസമിതി അല്ലേ സമിതി വീണ്ടും ആളുകളെ കൂട്ടുകയും ഈ അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം. കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് നാടൻ പാട്ടുകൾ. മണ്ണ് പൊലിയുക മാനം പൊലിയുക, മണ്ണ് പൊലിയുക മാനം പൊലിയുക, നാട് പൊലിയുക നടവഴി പൊലിയുക, നാട് പൊലിയുക നടവഴി പൊലിയുക. ആനപ്പള്ളം ഈഗിൾ ബീറ്റ്സ് എന്ന പേരിലാണ് കലാസമിതി രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരാണ് ഇതിന് പിന്നിൽ. വരും നാളുകളിൽ നാടൻപാട്ട് കലയിലേക്ക് കൂടുതൽ കലാകാരന്മാരെ വാർത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. ഇടുക്കി. സംസ്കാരവും ജീവിതരീതിയും കലകളിൽ സ്വാധീനിക്കുക സ്വാഭാവികമാണ്. ആഫ്രിക്കയിലെ കരകൗശല ജീവിതത്തിന്റെ നേർചിത്രവുമായാണ് ഉഗാണ്ടയിൽ നിന്നുള്ള വിദഗ്ധർ കോഴിക്കോട് സർഗാലയിലെ അന്താരാഷ്ട്ര മേളയ്ക്കെത്തിയത്. മരങ്ങളിൽ തീർത്ത കരകൗശല രൂപങ്ങൾ ആഫ്രിക്കൻ മനുഷ്യരുടെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈസ്റ്റ് ആഫ്രിക്കയിലെ താരതമ്യേന ശാന്തമായ രാജ്യമാണ് ഉഗാണ്ട. കൃഷിയും മീൻപിടുത്തവുമൊക്കെയാണ് ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. പുഴകളും തടാകങ്ങളും അവയ്ക്കു ചുറ്റുമുള്ള മരങ്ങളുമൊക്കെ ജീവിതത്തിലും കലകളിലും പ്രതിഫലിപ്പിക്കുന്നു. ഇവരുടെ കരകൗശല വസ്തുക്കളിലും ഇത് കാണാം. So we do a lot of handicrafts, especially the beadwork and clay. You can see all these are beadworks, and then wood carvings. If you look at our stall, what is most common is the wood carvings, because ever since we came to India, people appreciate wood more than other products. That's why you see us with the wood carvings. Uganda is very vibrant, and I'm calling upon people from Kerala, Saragalia, all around India to come and shop at the Saragalia International Handicraft Festival and support us. നൂറുകണക്കിന് കരകൗശല വസ്തുക്കളാണ് ഇവർ സർഗാലയയിൽ എത്തിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം മരത്തിൽ കൊത്തിയെടുത്തതെങ്കിലും അതിനപ്പുറമുള്ള ഇനങ്ങളും വൈവിധ്യം നിറയ്ക്കുന്നുണ്ട്. 5 വർഷമായി സർഗാലയയിൽ എത്തുന്ന ഉഗാണ്ടൻ കലാകാരന്മാർക്ക് കേരളം ഇഷ്ടനാടായി മാറിയിട്ടുണ്ട്. വിദേശ കരകൗശല വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉഗാണ്ടൻ സ്റ്റാൾ പ്രിയങ്കരമാണ്. ഡിസംബർ 22 തുടങ്ങിയ അന്താരാഷ്ട്ര കരകൗശലമേള ജനുവരി 8 സമാപിക്കും. ന്യൂസ് 18 വടകര. 65 വയസ്സ് കഴിഞ്ഞവർക്കായി സൗജന്യമായി സിനിമാ പ്രദർശനത്തിന് അവസരമൊരുക്കി വയനാട്ടിലെ ഒരു നഗരസഭ. സുൽത്താൻ ബത്തേരി നഗരസഭയാണ് വയോധികർക്കായി സിനിമയൊരുക്കിയത്. വർഷങ്ങൾക്കിപ്പുറം സിനിമ കാണാനെത്തിയ സന്തോഷത്തിലായിരുന്നു പലരും. ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഹാപ്പി ബത്തേരി പ്രോഗ്രാമിന്റെ ഭാഗമായി ഐശ്വര്യ സിനിപ്ലക്സുമായി സഹകരിച്ച് നഗരസഭ വയോജനങ്ങൾക്കായി സിനിമയുടെ പ്രത്യേക പ്രദർശനം ഒരുക്കി. 2 തവണയായി നടത്തിയ സിനിമാ പ്രദർശനം കാണാൻ 200ഓളം പേരാണ് തിയേറ്ററിലെത്തിയത്. സ്കൂളിൽ പോയിച്ചു നീ എന്നെ പഠിപ്പ. വയനാട്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത നൊണ സിനിമയാണ് വയോജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത്. വർഷങ്ങൾക്കിപ്പുറം സിനിമ കാണാനെത്തിയവരും ആദ്യമായി വന്നവരുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു.
നടന്മാരെ നടിമാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കഥയൊക്കെ എങ്ങനെയുണ്ട്? ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വയോജനങ്ങളെ കൂടി എല്ലാ സന്തോഷത്തിലേക്കും ഉൾപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സിനിമാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബത്തേരി നഗരസഭാ ചെയർമാൻ ടി.K. രമേശ്. പലപ്പോഴും നമ്മൾ അവരെ ആരെയും അഡ്രസ്സ് ചെയ്യുന്നതാണ്, അവരെയും കൂടെ പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങളുടെ തുടക്കം. നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഹാപ്പി ബത്തേരിയുടെ ഭാഗമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു സിനിമാ പ്രദർശനം നമ്മൾ നടത്തിയിട്ടുള്ളത്. നഗരസഭയുടെ കാഴ്ചപ്പാട്, വിഷൻ, അതാണ് ഞങ്ങളിതിൽ മുന്നോട്ട് വെക്കുന്നത്. അവരെ ചേർത്ത് നിർത്തപ്പെടുക. ന്യൂസ് 18 വയനാട്. പാതയോരത്ത് പൂന്തോട്ടമൊരുക്കി പട്ടാമ്പി സംസ്കൃത കോളേജ് NSS യൂണിറ്റ്. മാലിന്യമുക്ത പദ്ധതിയായ സ്നേഹാരമത്തിന്റെ ഭാഗമായാണ് പ്രവർത്തനം. പുതുവർഷം മുതൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. അതിൽ പ്രധാനമാണ് സ്നേഹാരാമം. സ്കൂൾ NSS യൂണിറ്റുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്ഥിരമായി മാലിന്യം കുമിഞ്ഞുകൂടുന്ന പ്രദേശങ്ങൾ ശുചീകരിച്ച് പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച് പരിപാലിക്കും. പട്ടാമ്പി കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചെർപ്പളശ്ശേരി പാതയോരത്ത് സ്നേഹാരാമത്തിന് തുടക്കമിട്ടത്. ഇതിന്റെ ഏറ്റവും ഗുണം ലഭിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണ്. പല ഈ വേസ്റ്റ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഇത് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിൻസിപ്പൽ CD ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ അക്ബർ, പ്രദീപ്, യൂണിയൻ ഭാരവാഹികൾ, NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റിലെ 20 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മറുനാടൻ മലയാളി കർഷകരെ പ്രവാസികളായി പരിഗണിക്കണമെന്ന UFPA അഖിലേന്ത്യാ സമ്മേളനം വയനാട് വൈത്തിരിയിൽ 2 ദിവസമായി നടന്ന സമ്മേളനം സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം പത്മശ്രീ പുരസ്കാര ജേതാവ് ചെറുവൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. R. കേളു MLA പുരസ്കാര സമർപ്പണം നടത്തി. MLA-മാരായ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ എളവള്ളി പഞ്ചായത്തിലെ 3-ാം വാർഡിലെ റോഡ് തകർന്നിട്ട് വർഷങ്ങളാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. എളവള്ളി പഞ്ചായത്തിലെ പള്ളി റോഡാണ് തകർന്നു കിടക്കുന്നത്. 6 വർഷമായിട്ടും നേരെയാക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അങ്കനവാടി, ALP സ്കൂൾ, പള്ളി തുടങ്ങിയവ ഈ മേഖലയിലുണ്ട്. തകർന്ന് തരിപ്പണമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നതാണ് പരാതി. പലവട്ടം നിവേദനങ്ങൾ നൽകി. ഗ്രാമസഭകളിലും ഉന്നയിച്ചു. ഒന്നും ഗുണം ചെയ്തില്ല. ഇനി സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് നിവാസികൾക്ക് LP സ്കൂളിലേക്കായാലും അംഗൻവാടിയിലേക്ക് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് പോകാൻ മുഖ്യ റോഡാണിത്. ഇതിൻ്റെ അവസ്ഥ ഒരു 6-7 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. പലതവണ ഗ്രാമസഭകളിൽ ഇത് ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യം നടന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിച്ച് ജയിച്ച വാർഡിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആ വിഷയം പോലും ഇതുവരെ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഈ പ്രശ്നം, ജനങ്ങളുടെ ഈ പ്രശ്നം കണ്ടറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇരുചക്ര വാഹനങ്ങളടക്കം ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഓട്ടോറിക്ഷ സർവീസിനായി വിളിച്ചാൽ വരില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. കോഴിക്കോട് മുക്കം നഗരസഭയിലെ മാമ്പറ്റ ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ മേരായുടെ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. മുക്കം പ്രതീക്ഷ സ്കൂൾ ക്യാമ്പസിൽ ഒരു ദിവസം നീണ്ടുനിന്ന വാർഷിക പരിപാടി നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ നാടകം, ഒപ്പന, തിരുവാതിര, വടംവലി തുടങ്ങിയ കലാകായിക പരിപാടികളും നടന്നു. കാസർഗോഡ് ശിറിയാപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്ന 35 കോടിയോളം രൂപയുടെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഷിറിയാപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തടയണ ഉടൻ യാഥാർത്ഥ്യമാകും. മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട്, കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് നിർമ്മാണം. RADF-ൽ ഉൾപ്പെടുത്തി നബാർഡിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കിയത്. 35 കോടിയോളം രൂപ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ചെലവ് വരും. ദേശീയപാത തലപ്പാടി ചെങ്കള പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കരാർ ലഭിച്ചിരിക്കുന്നത്.
കുമ്പള പഞ്ചായത്തിലെയും മങ്ങൽപ്പാടി പഞ്ചായത്തിലെയും ജനങ്ങൾക്കുള്ള ജനസഞ്ചാരവും അതുപോലെ തന്നെ കുടിവെള്ളവും കൃഷിവെള്ളവും എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഒരു ലഭ്യമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് 118 മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത്. കുമ്പള മംഗൽപ്പാടി പഞ്ചായത്തുകളിലെ 1000 ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും. 11 മീറ്റർ വീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം. 7.5 മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലുമായി 1.75 മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഉണ്ടാകും. ഇരു പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട്, പച്ചമ്പള, അടുക്ക, കൽപ്പാറ, ബംബ്രാണ, ഊജാർ, ഉളുവാർ മേഖലയിലെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഓച്ചിറയിൽ NP തിരുവിക്രമൻപിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് സയൻസ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നടന്നു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി സി ദിവാകരൻ നിലമ്പൂർ ഐശ്വയ്ക്ക് പുരസ്കാരം സമർപ്പിച്ചു. ട്രേഡ് യൂണിയൻ നേതാവ്, നാടകരചയിതാവ്, സംവിധായകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് തിരുവിക്രമൻപിള്ള. മിടുക്കരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പകർച്ചവ്യാധി ഭീഷണിയിലാണ് കാസർഗോഡ് നഗരം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് താൽക്കാലിക മാലിന്യ ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ഈ ടാങ്ക് നിറഞ്ഞ് മലിനജലം ഒഴുകുന്നതാണ് നഗരത്തെ പകർച്ചവ്യാധി ഭീഷണിയിലാക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ ഹോട്ടലുകളിലെയും മറ്റു കടകളിലെയും മലിനജലമെല്ലാം ബസ് സ്റ്റാൻഡ് പരിസരമാകെ ഒഴുകിപ്പരന്ന നിലയിലാണ്. യാത്രക്കാരും വ്യാപാരികളും ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികളുമാണ് കടുത്ത ദുർഗന്ധം കാരണം ദുരിതം നേരിടുന്നത്. ആദ്യം നഗരസഭയിലും പിന്നീട് ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവഴിച്ച് കുമ്മായമിട്ടാണ് ദുർഗന്ധത്തിൽ നിന്നും രക്ഷ നേടുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ബസ് കയറാൻ വരുന്ന ആൾക്കാർ മുതൽ എല്ലാ ആൾക്കാരും ഈ വെള്ളം, കുട്ടികളടക്കം, സ്കൂൾ കുട്ടികളടക്കം ഈ വെള്ളം ചവിട്ടിയിട്ടാണ് വരുന്നില്ലത്. ഇപ്പോഴും ഇതിന് വേണ്ടിയിട്ട് കംപ്ലൈൻറ്റ് നമ്മൾ ഹെൽത്തിൽ കൊടുത്തു, പിന്നെ കളക്ടറേറ്റിൽ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ശുചിത്വ മിഷനിൽ, എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുക്കേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിട്ടായി. ഇന്ന് വരെ ഒരു നടപടിയും ആരും സ്വീകരിച്ചിട്ടില്ല. ഇത് അല്ല, നമ്മളെ പോലത്തെ ടാക്സിക്കാർ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓട്ടോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകും. ഇതെല്ലാം ഈ സ്മെല്ലും കാര്യങ്ങളെല്ലാം സഹിച്ച് നമ്മൾ നിൽക്കുന്നതാണ് ഇപ്പോഴും. പരാതിയെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ നേരത്തെ മാലിന്യ ടാങ്കിൽ നിന്നും ഒരു തവണ മലിനജലം നീക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ടാങ്ക് പെട്ടെന്ന് നിറയുകയാണ്. ഓരോ ദിവസവും മലിനജലം നീക്കിയാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതരാകട്ടെ പരിഹാരം ചോദിച്ചാൽ കൈമലർത്തുകയാണെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കാസർഗോഡ്. കടുവയെ നേരിൽ കണ്ടതോടെ കടുത്ത ഭീതിയിലാണ് വയനാട് പുൽപ്പള്ളിയിലെ പാടിച്ചിറ, ചൂനാട്ടുകവല ഗ്രാമങ്ങളും ഇത്തരത്തിൽ ഭീഷണിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മേഖലയിൽ കടുവയെയും 3 കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നിരവധി തവണ കണ്ടത്. ഇതോടെ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. കടുവയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബത്തേരി MLA IC ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മേഖലയിൽ കടുവയെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് പുൽപ്പള്ളിയിലെ പാടിച്ചിറ, ചൂനാട്ടുകവല ഗ്രാമങ്ങൾ. കടുവയെയും 3 കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നേരിൽ കണ്ടത്. ഇതിനു പിന്നാലെ ചെതലത്ത് റേഞ്ച് ഓഫീസിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മേഖലയിൽ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിയമം അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കന്നുകാലിനെ പിടിക്കുന്നവരും മനുഷ്യരെ പിടിക്കുന്നവരും വരെ നോക്കി നിന്നാൽ ഇവിടെ ജനങ്ങൾ ഇവിടുന്ന് വിട്ടുപോകേണ്ട ഗതിയോടുണ്ടായതുകൊണ്ട് അത്തരത്തിൽ ഉടനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ജനകീയമായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഞാൻ പണിക്കായിട്ട് പോകുമ്പോഴാണ് ഇതിനെ കാണുന്നത്. യാദൃശ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. ഞാൻ പേടിച്ച് പോവുകയും ചെയ്തു. അത് ആ പറമ്പിൽ നിന്ന് ആ പറമ്പിലേക്ക് ക്രോസ് ചെയ്യാറുമാണ് ഞാൻ കണ്ടത്. അതേസമയം ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജാഗ്രതാ സമിതി വിളിച്ച് കടുവാഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ബത്തേരി MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം 3 ദിവസമായി പ്രകടമായിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഇവിടെയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് CCFനും അതോടൊപ്പം തന്നെ DFOയ്ക്കും റേഞ്ച് ഓഫീസർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ചെതലയം റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും തെരച്ചിൽ തുടരാനും തീരുമാനമായി.
അതേസമയം ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. കൊല്ലം ഒഴുക്കുംപാറക്കലിലാണ് സംഭവം. ഭർത്താവിന്റെ അനുജൻ എന്നിവർ ചേർന്നാണ് വീട്ടമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവരുടെ പരാതിയിൽ 2 പ്രതികളെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ തലയടിച്ചു പൊട്ടിക്കുകയും കാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്ത കേസിലാണ് കൊട്ടാരക്കര ഉമ്മന്നൂർ വിലങ്ങര സ്വദേശി കൃഷ്ണകുമാറിനെയും സഹോദരൻ വിനോദ് കുമാറിനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഒഴുകുപാറയ്ക്കൽ സ്വദേശിനിയായ ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി. ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഭാര്യ ഭർത്താക്കന്മാരായ കൃഷ്ണകുമാറും ജയകുമാരിയും ഏറെ നാളുകളായി പിണക്കത്തിലാണ്. വിവാഹമോചനത്തിനായി ജയകുമാരി നോട്ടീസ് അയച്ചതിലുള്ള വിരോധത്തിലാണ് പ്രതികൾ അക്രമം നടത്തിയത്. ജയകുമാരി താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്ങമ്പ് കൊണ്ട് വീട്ടമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു. തറയിൽ വീണ ജയകുമാരിയുടെ 2 കാലുകളും മുളങ്ങമ്പ് ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു. വിനോദ് കുമാറും കയ്യിൽ കരുതിയിരുന്ന ജാക്കിലീവർ കൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.